എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 2021 മുതൽ 24 വരെ നടന്നിട്ടുള്ള PSCയുടെ ഈ അടുത്ത കാലത്ത് നടന്ന എക്സാമിന്റെ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ഇത് 10ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷും മലയാളമാണ് എടുക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, നമ്മൾ 100ഓളം ഇംഗ്ലീഷ് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു, 100ഓളം മലയാള ചോദ്യങ്ങളും പരിചയപ്പെട്ട് കഴിഞ്ഞു. 100ൽ 100 രീതിയായിരിക്കും അല്ലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ 20ൽ 20 മാർക്ക് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. മനസ്സിലായോ? അതിൽ നിന്ന് മാർക്ക് പോയി എന്ന് പറഞ്ഞിട്ട് തകമ്പണ്ട. പിന്നെ വെറുതെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്, കേട്ടു ഇങ്ങനെ കൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല. അതിൽ വരുന്ന സിനോണിയംസ് നോട്ട് ചെയ്ത് വെക്കുക. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫ്രേസൽ വെർബ്, ഇതൊക്കെ എന്ത് ചെയ്യാം, ഫോറിൻ വേർഡ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഗ്രാമർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തു നോക്കുന്നുണ്ടല്ലോ, അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഇതിങ്ങനെ ആയിരുന്നു എന്നുള്ളത് നോട്ട് ചെയ്ത് തന്നെ വെക്കുക. സൺഡേ ദിവസം എന്ത് ചെയ്യാം, നന്നായിട്ട് അത് റിവിഷനും ചെയ്ത് വെക്കണം. എന്നാൽ തന്നെ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വന്നിട്ട് 20/2024 ആണ് കേട്ടോ. 20/2024 ഇംഗ്ലീഷും മലയാളം ചോദ്യങ്ങളാണ്. ക്ലാസ്സിലേക്ക് കടക്കാണ്. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ കൂട്ടുകാർ സൗകര്യമായിട്ടോ. നമുക്ക് നമ്മുടെ യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് അതിൽ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തവരുടെ എണ്ണം നല്ല രീതിയിൽ കുറവാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരും കുറവാണ്. അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുകയാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അനിത റെയർലി ആൻസേഴ്സ് അല്ലേ. ഇപ്പോ 10ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 9 ക്വസ്റ്റ്യൻ പേപ്പറിലും അതേപോലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും അല്ലേ, മൊത്തം 10 ക്വസ്റ്റ്യൻ ടാഗ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇത്രയും ദിവസമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോ കേട്ടോ. അനിത റെയർലി ആൻസേഴ്സ് തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ആദ്യം നോക്കണം. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ പോയാൽ മതി. ഇവിടെ ഒറ്റ നോട്ടത്തിൽ എന്താണ് പോസിറ്റീവ് ആയിട്ട് തോന്നും, പക്ഷെ റെയർലി എന്താണ് നെഗറ്റീവ് സെന്റൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയാണ് നെഗറ്റീവ് സെന്റൻസ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ റെയർലി നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്കറിയാം ടാഗ് എന്താണ്, പോസിറ്റീവ് ആയിരിക്കണം. ടാഗ് ഏതായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ നെഗറ്റീവ് ടാഗ് വന്നതൊക്കെ ഡിലീറ്റ് ചെയ്തുവിടെ, ഇത് രണ്ടും ഡിലീറ്റ് ചെയ്ത് വിട്ടു. ഇനി നമുക്ക് ഇത് മാത്രം നോക്കിയാൽ മതി അല്ലേ. അനിത റെയർലി ആൻസേഴ്സ്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് അറിയാം ഏതാണ് ആൻസേഴ്സ് വെച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യണം അല്ലേ. ഏതാണ്, ഡസ് ഫോം ആണ് അല്ലേ. ഡസ് ഫോം ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഏത് ആൻസർ എഴുതണം, ഡസ് ഷീ. എന്താണ്, ഡസ് ഷീ. ഓക്കെ, ഡസ് ഷീ. അടുത്തത്, ഇഫ് ഐ ഡാഷ് ദ പ്രൊജക്ട് ഹെഡ് I could have made you as my secretary. Okay, അപ്പൊ ഇവിടെ ഏതാണ് വരിക, if I dash the project head I could have made you as my secretary. ഏത് വരും? കിട്ടും, നിങ്ങൾക്ക് ചെയ്യാൻ സമയം തരികയാണ്, നിങ്ങൾ ചെയ്യണം. ഏത് വരും, ഡി വരും അല്ലേ. if I had been the project head I could have കണ്ടോ, I could have made you as my secretary. ഓക്കെ, ഇപ്പോ ഇവിടെ could have കണ്ടോ, could have വന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് വിടാം. മനസ്സിലായോ? could have എന്ന് വരുന്ന സമയത്ത് ഇഫിൽ വരുന്നത് ഏതാണ്, had been. ഓക്കെ, ഇനി അടുത്തത്, never dash heard such a story. never dash heard such a story. ഏത് വരും, ഇതാണ് have I. 63ാമത്തെ ആൻസർ സി ആണ് വരിക. never have I heard such a story. never have I heard such a story. have I എന്താണ്, never have I heard such a story. change the sentences into passive voice. ഇവിടെ ആക്റ്റീവ് വോയിസ് തന്നിട്ടുണ്ട്, പാസീവിലേക്ക് നമ്മൾ മാറ്റണം. നിഹാരിക can solve the crisis. അപ്പൊ ഫസ്റ്റ് നമുക്ക് ദ ഒബ്ജക്റ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ദ ക്രൈസിസ് എന്ത് വരും, ദ ക്രൈസിസ് ചെയ്യാ, can
ബി അല്ലേ ഇവിടെ പ്രസന്റ് ഫോമിലാണ് അല്ലേ തന്നിരിക്കുന്നത് അല്ലേ കുഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് അല്ലേ കുഡ് കഴിഞ്ഞ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത് അവൾക്ക് ചെയ്യാൻ കഴിയും അത് ക്രൈസിസ് ചെയ്യാൻ ഓവർകം ചെയ്യാനായിട്ട് ആ പ്രശ്നത്തിന് കഴിയും നിഹാരികയ്ക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ അതേ ഫോമിൽ തന്നെ ഇത് എഴുതണം അല്ലേ ഇവിടെ എന്താണ് ടെൻസ് മാറ്റാൻ പറ്റുമോ പറ്റില്ല ആ ക്യാനിൽ തന്നെ ആ ടെൻസിൽ തന്നെ കൊണ്ടുപോകണം മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്താ എലിമിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ മനസ്സിലായോ അപ്പൊ ഇവിടെ നോക്ക് ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ നിഹാരിക ഓക്കെ ദ ക്രൈസിസ് ക്യാൻ ബി അല്ലെ പെട്ടെന്ന് നമ്മൾക്ക് ഇവിടെ ഒരേ ഓപ്ഷൻ ആണ് പക്ഷെ ഇവിടെ ബിയുടെ വ്യത്യാസം മാത്രമാണ് ഇവിടെ ഉള്ളൂ അല്ലെ ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ നിഹാരിക അടുത്തത് every one of the players dash invited for the party every one of the players ഏത് വരും ഡി ആണ് അല്ലേ വാസ് ആണ് എന്താണ് every one of the players was invited for the party every one of the players was invited for the party next which word is misspelled തന്നിരിക്കുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടുള്ള വാക്ക് ഏതാണ് മിസ്സ്പെൽഡ് സി ആണ് കേട്ടോ പ്രോമിസ് എന്താണ് പ്രോമിസ്ക്യൂസ് അല്ലേ എന്താണ് ഇത് തെറ്റാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ആർക്കിടൈപ്പും സബ്ജുഗേഷനും പ്രോസ്ട്രേഷനും ഇതൊക്കെ എന്താണ് കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ഇത് ഇവിടെ മിസ്സ്പെൽഡ് ആയിട്ടുള്ള വാക്കാണ് അടുത്തത് ഹി ഈസ് എ ബിഗ് ചീസ് ഡയാന ടോൾഡ് മീ ബിഗ് ചീസ് മീൻസ് ബിഗ് ചീസിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹി ഈസ് എ ബിഗ് ചീസ് ഡയാന ടോൾഡ് മീ ഡയാന എന്നെ കുറിച്ച് പറയാണ് അല്ലേ എന്നോട് പറഞ്ഞു എന്താണ് ഹി ഈസ് എ അവൻ ആരാണ് ബിഗ് ചീസ് ആണ് ഇവിടെ തന്നിട്ടുണ്ട് എനർജറ്റിക് പേഴ്സൺ ആണോ ക്ലവർ പേഴ്സൺ ആണോ സില്ലി പേഴ്സൺ ആണോ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണോ അപ്പൊ ബിഗ് ചീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ കൂട്ടുകാരിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് എന്ത് പറയാം ഹീസ് അല്ലെങ്കിൽ ഷീസ് അല്ലെ അവരെന്താണ് അവൻ അല്ലെങ്കിൽ അവൾ എന്താണ് ബിഗ് ചീസ് ആണ് എന്ന് പറയാം ഏത് വരും ബി ആണ് കേട്ടോ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ് ഹി ഈസ് എ ബിഗ് ചീസ് പറഞ്ഞ എന്താണ് മീനിങ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ നോക്ക് കൂട്ടുകാരെ താഴെ പറഞ്ഞു ക്ലാസ്സിൽ സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു ഞാൻ എന്റെ ഫോണിൽ എടുക്കുന്ന സമയത്ത് എനിക്കത് ഫുൾ സൗണ്ടിൽ പോലും കേൾക്കാൻ പറ്റും കാരണം അത്രയും സൗണ്ട് ആണത് ഞാൻ എന്നിട്ട് അതിന്റെ പകുതി സൗണ്ടിലാണ് ഞാൻ അത് കേട്ടു നോക്കിയത് മനസ്സിലായോ നല്ല സൗണ്ട് ഉണ്ട് പക്ഷെ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളായിരിക്കും പക്ഷെ എല്ലാ കൂട്ടുകാരും പറഞ്ഞതാണെങ്കിൽ ഓക്കെ എന്ന് പറയാം പക്ഷെ അല്ല നല്ല സൗണ്ടിലുണ്ട് കേട്ടോ ഞാൻ ലാപ്പിൽ ഓണാക്കി നോക്കിയപ്പോഴും എന്റെ ഫോണിൽ നോക്കിയപ്പോഴും നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ഞാൻ നല്ല സൗണ്ടിലാണ് ക്ലാസ് എടുക്കുന്നത് ഇനി ഞാൻ ഒച്ചത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർ ഓടിക്കൂടിന്ന് വരും കേട്ടോ അടുത്തത് ദ thieves planned to dash the bank of Pune പറയാ The thieves planned to dash the bank of Pune. എന്താണ് കള്ളന്മാര് അല്ലേ പ്ലാൻ ചെയ്തു പൂനെ ബാങ്കിനെ എന്ത് ചെയ്യാൻ ഡി മേക്ക് എവേ വിത്ത് എന്താണ് മേക്ക് എവേ വിത്ത് ദ thieves planned to make away with the bank of Pune. She is suffering from എന്താണ് thanatophobia അല്ലെ the word thanatophobia means എന്താണ് എന്തിനോടുള്ള പേടിയാണ് thanatophobia എന്തിനോടുള്ള പേടിയാണ് ഏതാണ് ഫിയർ ഓഫ് ഡെത്ത് മരണത്തോടുള്ള പേടി ട്ടോ മരിക്കും എന്നുള്ള ഒരു പേടിയുള്ളവരെ എന്താ പറയാ the word of thanatophobia പഠിച്ചോട്ടോ the antonym of the word callous കാലസിന്റെ ഓപ്പോസിറ്റ് എന്താണ് കാലസിന്റെ ഓപ്പോസിറ്റ് കാലസ് ചെയ്യാനുള്ള ടൈമാണ് വേഗം കാലസ് CALL സ്പെല്ലിംഗ് ഒക്കെ നോക്കി വെക്കണം കേട്ടോ CALLOUS അല്ലേ കിട്ടിയോ ഇമ്പോർട്ടന്റ് ആണോ സില്ലി ആണോ കമ്പാഷനേറ്റ് ആണോ സെൽഫ്ലെസ് ആണോ ആന്റോണിയം ആണ് അതായത് ഈ കാലസിന്റെ മീനിങ് എന്താണ് നിഷ്കളങ്കമായ എന്ന അർത്ഥമാണ് നിഷ്കളങ്കമായ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ ദുഷ്ടനായിരിക്കും അല്ലേ നിഷ്കളങ്കമായ അപ്പൊ ഏത് വരും
കാലസ് നിഷ്കളങ്കമായ. ഇവിടെ ബി ആണ് കമ്പാഷനേറ്റ് കേട്ടോ. കമ്പാഷനേറ്റ് ആണ് കേട്ടോ. കാലസ് നിഷ്കളങ്കമായ, അതിന്റെ ഓപ്പോസിറ്റ് കമ്പാഷനേറ്റ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വൊക്കാബുലറി പഠിക്കാം. ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് കേട്ടോ. ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് ഞാൻ തരാൻ പോകുന്ന ഒരു 5-6 ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് ഫുള്ളും PQ ആണ് കേട്ടോ. പഠിക്കണം. ഒന്നാമത്തെ പഠിച്ചോ. ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് ഞാൻ ഇവിടെ എഴുതാം. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ. എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ. ഇതിന്റെ ഇഡിയം എന്ത് വരും? എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ. അടുത്തത് എ സ്റ്റോൺസ്. പ്രീവിയസ് ആണ്, എല്ലാം പ്രീവിയസ് ആണ്. എ സ്റ്റോൺസ് ത്രൂ. എ സ്റ്റോൺസ് ത്രോ അല്ലെ. എ സ്റ്റോൺസ് ത്രോ. അടുത്തത് എ ബേർഡ്. എ ബേർഡ് ഇൻ ദ ഹാൻഡ്. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 in the bush. എന്താണ് ഇതിന്റെ ഇഡിയം അല്ലെങ്കിൽ ഫ്രൈസസ് വരുന്നത്? 4 എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ക്യൂസ്. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ക്യൂസ്. അടുത്തത് എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ. എ ചിപ്പ് പ്രീവിയസ് ആണ് കേട്ടോ. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ത് വരും? എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ. എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്താണ് വരിക? അൺഎക്സ്പെക്റ്റഡ്. ഇപ്പൊ തന്നെ ഇവിടുന്ന് പഠിച്ചിട്ട് വെക്കോ കേട്ടോ. അത് വെറുതെ നോട്ട് ചെയ്തുകൊണ്ട് പിന്നെ പഠിക്കാന്ന് പറഞ്ഞിട്ട് പോകരുത്. അൺഎക്സ്പെക്റ്റഡ്. അൺഎക്സ്പെക്റ്റഡ് ഹാപ്പനിങ്. Unexpected happening that surprise you very much. You very much. അതായത് എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ പറഞ്ഞ അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ എന്താണ് ഒരു സന്തോഷം വരെ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് അല്ലെ. എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ. എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ അൺഎക്സ്പെക്റ്റഡ് ഹാപ്പനിങ് ദാറ്റ് സർപ്രൈസസ് യു വെരി മച്ച്. എ സ്റ്റോൺസ് ത്രോ എന്താണ്? അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഇതിനൊക്കെ ഞാൻ എന്താണെന്ന് അറിയാം, ഇതൊക്കെ നമ്മൾ കാണാണ്ടൊന്നും പഠിച്ചിട്ടില്ല. അതൊക്കെ എന്താണ് ഒരു ചെറിയൊരു ക്ലൂ അങ്ങോട്ട് അവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഇട്ടത് എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ പറഞ്ഞ ഒരു ബോട്ടിൽ നീല ലൈറ്റ് ഇങ്ങനെ കത്തുകയാണ്. ഓക്കെ, എപ്പോഴും നീല ലൈറ്റ് കത്തുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താണ് കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. മനസ്സിലായോ? ഒരു നീല ലൈറ്റ് ഇപ്പോൾ എന്താണ്, അതായത് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ഒരു ബോട്ടിൽ വന്നിട്ട് എന്താണ് സാധാരണ നമ്മൾ എപ്പോഴും ലൈറ്റ് എന്താ വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് കളറിൽ അല്ലേ അത് കത്തും. പക്ഷെ ഒരു യാദൃശ്ചികമായിട്ട് എന്ത് ചെയ്തു, ആ ബോൾട്ട് വന്നിട്ട് ബ്ലൂ കളറിൽ കത്തി. അപ്പൊ നമുക്ക് എന്താണ്, അയ്യോ ആശ്ചര്യമാണ് അല്ലേ, ഒരു സർപ്രൈസ് ആണ് അല്ലേ. അപ്പൊ അത് അവിടെ അങ്ങനെ ചിന്തിച്ചു. അൺഎക്സ്പെക്റ്റഡ് ഹാപ്പനിങ് അല്ലെ, നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു സന്തോഷമാണ് അല്ലേ അവിടെ. അൺഎക്സ്പെക്റ്റഡ് ഹാപ്പനിങ് ദാറ്റ് സർപ്രൈസസ് യു വെരി മച്ച്. അതേപോലെ ഇതിലെല്ലാം ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ പരമാവധി ഓരോന്നിനും ഇങ്ങനെ മനസ്സിലൊരു ഐഡിയ വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് അവിടെ അത് എത്തുമ്പോൾ ആൻസർ കിട്ടിക്കണം. പിന്നെ എ സ്റ്റോൺസ് ത്രൂ അല്ലെ, ഒരു കല്ലിനെ ഞാൻ എറിയാണ്. ചെറിയ ഡിസ്റ്റൻസിലാണ്, എനിക്ക് കല്ലൊന്നും ദൂരേക്ക് അങ്ങോട്ട് എറിയാനായിട്ട് പറ്റുന്നില്ല. ചെറിയൊരു ഡിസ്റ്റൻസ്, ഷോർട്ട് ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തു, ഒരു കല്ലിനെ എടുത്ത് എറിഞ്ഞു കേട്ടോ. എ സ്റ്റോൺസ് ത്രൂ കണ്ടോ, അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഞാനൊരു ക്ലൂ ഇട്ട് വെച്ചതാണ് കേട്ടോ, മനസ്സിൽ ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്താണ്? അൺഎക്സ്പെക്റ്റഡ് ഹാപ്പനിങ് ദാറ്റ് സർപ്രൈസസ് യു വെരി മച്ച്. എ സ്റ്റോൺസ് ത്രൂ എന്താ? അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 in the bush. എന്താണ്? ഹാവിങ് സംതിങ് ദാറ്റ് having something that is certain is much better than taking a risk for more. മനസ്സിലായോ? because chances are you might lose
everything. Lose everything. Okay. A bird in the hand is worth two in the bush. Having something that is certain is much better than taking a risk for more, because chances are you might lose everything. Okay, അതായത് ഞാനിവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, രണ്ട് കയ്യിൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കട്ടോ, എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഇസ് വർത്ത് ടു ഇൻ ദി ബുഷ്. കണ്ടോ, രണ്ട് ഇപ്പൊ നമ്മുടെ രണ്ട് കയ്യില് രണ്ട് സാധനങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് കയ്യിൽ നമ്മുടെ രണ്ട് കയ്യിലും രണ്ട് സാധനങ്ങൾ, അല്ലെങ്കിൽ പക്ഷിയുടെ രണ്ട് അത് അങ്ങനെ കണക്കാക്കിയാലും മതി, അല്ലെങ്കിൽ നമ്മുടെ വെച്ചിട്ട് കണക്കാക്കിയാലും മതി. അപ്പോൾ രണ്ട് കയ്യിൽ നമ്മുടെ സാധനം ഉണ്ട്, നമ്മൾ വേറൊരു സാധനം കാണുമ്പോൾ ഇതിന് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് എടുക്കാൻ പോകും. ലാസ്റ്റ് അതുമില്ല ഇതുമില്ല, ആ ഒരു കണക്റ്റില് എന്ത് ചെയ്യുകയാണ്, ഓർത്ത് വെച്ചിരിക്കുകയാണ്. ഹാവിങ് സംതിങ് ദാറ്റ് ഈസ് സർട്ടൻ ഈസ് മച്ച് ബെറ്റർ ദാൻ, കണ്ടോ, മച്ച് ബെറ്റർ ദാൻ ടേക്കിംഗ് എ റിസ്ക് ഫോർ മോർ, ബിക്കോസ് ചാൻസസ് ആർ യു മൈറ്റ് ലോസ് എവരിത്തിങ്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ്, ഇട്ടതും പോയി അവിടെ ഉള്ളതും പോയി. അത് വെറുതെ ഒന്ന് ഓർക്കാനാണ് കേട്ടോ സെന്റൻസ്, ഞാൻ അങ്ങനെ ക്ലൂട്ട് വെച്ചതാണ് കേട്ടോ. ഇനി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ക്യൂസ്. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ക്യൂസ് എന്താ, എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ക്യൂസ് സംതിങ് ഗുഡ് ദാറ്റ്, something good that isn't recognized at first. Something good that isn't recognized at first. A blessing in disguise. A chip on your shoulder. Being upset for something that happened in the past. Being upset for something that happened in the past. Okay, a chip on your shoulder, being upset for something that happened in the past. ഇതിവിടെ ഞാൻ എന്താണെന്ന് അറിയാം കണക്കാക്കിയിരിക്കുന്നത്, ചിപ്പ് ഓൺ യുവർ ഷോൾഡർ. അപ്പൊ നമ്മുടെ എന്താ നമ്മുടെ തോളത്തിരുന്നു കൊണ്ട് നമ്മളെ തന്നെ അല്ലെ എന്താണ് ചീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലെ, കണക്ട് ചെയ്ത് വെച്ചതാണ്, ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. ചിപ്പ് ഓൺ യുവർ ഷോൾഡർ അല്ലെ, ഷോൾഡർ നമ്മുടെ എന്താണ് ചെവിയിലിരുന്ന്, എങ്ങനെയാണ് ഒരു പണ്ടത്തെ ഒരു ഡയലോഗ് ഉണ്ട് അല്ലെ, ചെവി തിന്നാന്ന് പറയും, തോളിലിരുന്ന് ചെവി തിന്നാന്ന് പറയും അല്ലെ. അതുപോലെ അതെന്താണ്, അങ്ങനെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ മൊത്തം അപ്സെറ്റ് ആവും അല്ലെ. പിന്നെ നമുക്ക് ഒന്നും എന്താണ് ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റ് അല്ലെ. അപ്പൊ അതങ്ങനെ അപ്സെറ്റ് എന്ന് വരുമ്പോൾ തന്നെ നമുക്കവിടെ ആൻസർ കിട്ടും അല്ലെ. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ, ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റ്. നമുക്ക് കൂട്ടുകാരോട് ഞാൻ ഒരു കാര്യം പറയണേ, നമ്മളിപ്പോ ഇവിടെ ആകെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്ക്ഔട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. 10 ഇംഗ്ലീഷ് ചോദ്യങ്ങളും 10 മലയാളം ചോദ്യങ്ങളും, അങ്ങനെ ഡെയിലി 20 ചോദ്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോവാ, ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാന്നാണ് വിചാരിച്ചത്. പക്ഷെ മനസ്സ് നമുക്കില്ലേ, നമുക്ക് എന്തെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ വേണം, എന്തെങ്കിലും നമ്മൾ എൻ്റെ കുട്ടികൾക്ക് കൊടുത്തു എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഗ്രാമർ പോർഷനും അല്ലെങ്കിൽ വൊക്കാബുലറി ആണെങ്കിലും ഗ്രാമർ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഇതിന്റെ കൂടെ നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് പിന്നെ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് മലയാളത്തിന് വേണ്ടിയിട്ടും വേറെ ഇരിക്കണ്ടാലോ. ഇനിയിപ്പോൾ ഇത് ഇവിടെ നിങ്ങൾ ഈ ഒരു അരമണിക്കൂർ ഇവിടെയും ചിലവാക്കി വീണ്ടും ഇനി ഇംഗ്ലീഷ് മലയാളത്തിനും വീണ്ടും വേറെ ഇരുന്ന് ടൈം വെറുതെ പോകില്ലേ, പിന്നെ വേറെ ടോപ്പിക്കുകളൊന്നും പഠിക്കാൻ കിട്ടില്ല. അപ്പൊ ഇവിടെ ഒരു അരമണിക്കൂർ ചിലവാക്കുകയാണെങ്കിൽ ഇംഗ്ലീഷും മലയാളവും ഒപ്പം നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കുകൾ പഠിച്ചും പോകാം, പ്രീവിയസ് ക്വസ്റ്റ്യനും പരിചയപ്പെടാം, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ഗ്രാമറുകളും വൊക്കാബുലറി നമുക്ക് ഒപ്പം പഠിച്ചിട്ടും പോകാം, പുതിയതായിട്ട് നിങ്ങൾക്ക് തരുകയും ചെയ്യാം. മനസ്സിലായി, അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ്. ഓക്കെ, അത് വന്ന് ആയപ്പോൾ എന്തായി, മൊത്തം ക്ലാസ് പോലെ ആയില്ലേ, ക്ലാസ് പോലെ ആയിപ്പോ. ഓക്കെ, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ, അതുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്തിട്ട് പോണത് കേട്ടോ. ഓക്കെ, നമ്മള് ഇഡിയംസും ഫ്രൈസസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സ്പെല്ലിംഗ് പഠിച്ചാലോ, കുറച്ച് സ്പെല്ലിങ്സ് കേട്ടോ, തെറ്റിക്കാൻ പാടില്ലേ, ഇതെല്ലാം പ്രീവിയസ് വന്നതാണ്. അബ്രീവിയേറ്റ് എങ്ങനെയാണ് ഇതാ, അബ്രീവിയേറ്റ് ശ്രദ്ധിക്കണേ, എ അബ്രീവിയേറ്റ് ABB ആണ് കേട്ടോ, ABB ആണ് അബ്രീവിയേറ്റ്, അബ്രീവിയേറ്റ് കേട്ടോ. ഞാൻ ഇത്തിരി വിട്ട് ഇതാണ് പഠിക്കാൻ അറിയാൻ വേണ്ടിയിട്ട്. അബ്രീവിയേറ്റ് ABB REVIATE കണ്ടോ. ഓക്കെ, ABB റിവിയേറ്റ് അല്ലേ, VATE വി വരുമ്പോ VIATE അബ്രീവിയേറ്റ്. ഇനി അബൻഡൻസ് എങ്ങനെ എഴുതാ, അബൻഡൻസിന്റെ സ്പെല്ലിങ് ABUN, അത് കിട്ടൂല്ലേ നമുക്ക്, DANCE അബൻഡൻസ്. അക്കാഡമി എങ്ങനെയാ ഇത്, അക്കാഡമി
അക്കാഡമി. നമുക്ക് 2 സി ഉണ്ടോ എന്ന് തോന്നും. അല്ല, ഒരു സിയേ ഉള്ളൂ കേട്ടോ. അക്കാഡമി, അക്കാഡമി, DMY, അക്കാഡമി. ഇനി ആക്സിലറേറ്റർ എന്ന് എങ്ങനെ എഴുതാ? ആക്സിലറേറ്റർ ACCELERATOR, ആക്സിലറേറ്റർ. ഓക്കെ. അക്സീഡ് എങ്ങനെ എഴുതാ? അക്സീഡ് ACCED കേട്ടോ. അക്സീഡ്. നമുക്കൊന്നും കൂടി നോക്കാം കേട്ടോ. അക്സെപ്റ്റൻസ് എങ്ങനെ എഴുതും? അക്സെപ്റ്റൻസ്, അക്സെപ്റ്റൻസ് ACCEPTANCE, അക്സെപ്റ്റൻസ്. ഇനി ആക്സിഡന്റ് എങ്ങനെ എഴുതുക? ആക്സിഡന്റ് ACCIDENT, ആക്സിഡന്റ്. ഓക്കെ. ഇനി അക്കമഡേറ്റ് എങ്ങനെ എഴുതുക? അക്കമഡേറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അക്കമഡേറ്റ് ACC, 2 C ഉണ്ട്, 2 M ഉണ്ട്, 2 M, CC കഴിഞ്ഞു OO, 2 M എഴുതുക, വീണ്ടും O, DAT, പിന്നെ ഡേറ്റ് കേട്ടോ. അക്കമഡേറ്റ് ഒന്നുകൂടി നമുക്ക് നോക്കാം, പേടിക്കണ്ട. അക്കമ്പനി, അക്കമ്പനി എങ്ങനെ എഴുതും? ACCOMPANY അല്ലേ? അക്കമ്പനി. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കിയാലോ. അബ്രീവിയേറ്റ് എങ്ങനെ മക്കളെ? അബ്രീവിയേറ്റ് നമ്മൾ പഠിച്ച് ആദ്യം നമ്മൾ A എഴുതണം, 2 B എഴുതണം അല്ലേ? ABB, അബ്, അബ്, RE, പിന്നെ VIATE, അബ്രീവിയേറ്റ്. അബൻഡൻസ് പിന്നെ നമുക്ക് ഏകദേശം കിട്ടും. ABUND, ഇവിടെ U ആണ് മക്കളെ. ABUNDANCE, അബൻഡൻസ്. അക്കാഡമിയിൽ 2 C ഇല്ല എന്നുള്ളത് ആലോചിക്കണം. ഇവിടെ എന്താണ്? അക്കാഡമി, ACADEMY കേട്ടോ. അക്കാഡമി, അക്കാഡമി എന്താ? 2 C ഇല്ല എന്നുള്ളത് അവിടെ ഓർത്തു വെക്കണം. ACADEMY, ആക്സിലറേറ്റർ. ഓക്കെ. അടുത്തത് എന്താണ്? ആക്സിലറേറ്ററിന്റെ സ്പെല്ലിംഗ് എന്ത് വരും? ACC അല്ലെ? ഡബിൾ C ഉണ്ട് അല്ലെ? ACCELERATOR, ആക്സിലറേറ്റർ. അക്സീഡ്, അക്സീഡ് ACCEDE. ഇനി അക്സെപ്റ്റൻസ് ACCEPTANCE, ആക്സിഡന്റ് ACCIDENT. അക്കമഡേറ്റ് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ACC 2 C ഉണ്ട്, അത് കഴിഞ്ഞിട്ട് O, 2 M ഉണ്ട്. ഇത് 2 നോട്ട് ചെയ്യണം കേട്ടോ. 2 C 2 M, അക്കമ്പനി. ഓക്കെ. ഇത്രയും സ്പെല്ലിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കാം. അടുത്ത നമുക്ക് മലയാളത്തിലേക്ക് കടക്കാം. ലോപസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തിയിട്ട് എഴുതുക. ലോപസന്ധിക്ക് ഉദാഹരണം വന്നില്ല എന്നാണ്. എന്താണ്? വന്നില്ല. നദി എന്ന പദത്തിന് സമാനമായ പദം. നദി എന്നത്, നദി എന്താണ്? നദി A ആണ് അല്ലെ? വാഹിനിയാണ്. വാഹിനി, നദി, വാഹിനി, നദി. വാഹിനി പഠിച്ചോ? പര്യായ പദങ്ങൾക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. വാഹിനി. ശരിയായ പദം കണ്ടെത്തിയിട്ട് എഴുതുക. ഇതിൽ ഏതാണ് തിരശ്ചീനം എന്നുള്ളത്? B ആണ് അല്ലെ? തിരശ്ചീനം. ശ അങ്ങനെ എഴുതണം കേട്ടോ. ഇതാണ് തിരശ്ചീനം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം എന്താണ് മക്കളെ? സല്ലിംഗ ബഹുവചനം, അല്ലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സല്ലിംഗം, അല്ലിംഗം, പിന്നെന്താ? പൂജക ബഹുവചനം. വചനത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പൂജക ബഹുവചനം. സല്ലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആണാണോ പെണ്ണാണോ എന്ന് ലിംഗം തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ, ലിംഗം തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ സല്ലിംഗം, ലിംഗം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ അല്ലിംഗം. ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പദത്തെ നമ്മൾ പൂജക ബഹുവചനം എന്നും പറയും. ഇതിലെ കുട്ടികൾ നമ്മൾ ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന പദമാണോ? കുട്ടികൾ അല്ല. വിദ്യാർത്ഥികൾ ആണോ? അല്ല. മിടുക്കർ അല്ല. താങ്കൾ അല്ലേ? 74 എന്ത് പറയും നമ്മള്? താങ്കൾ. അതെന്താണ്? ഒരു ബഹുമാനാർത്ഥം. എപ്പോഴും പൂജക ബഹുവചനം ചോദിക്കും. ബഹുമാനാർത്ഥം തന്നിരിക്കുന്ന പദ 4 ഓപ്ഷനിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? പൂജക ബഹുവചനം എന്ന് പറയും. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം. കാണാൻ ആഗ്രഹിക്കുക B ആണല്ലേ? ദിദൃക്ഷു ആണ്. കാണാൻ ആഗ്രഹിക്കുന്ന ആള് ദിദൃക്ഷു ആണ്. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏത്? പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം C ആണ്. ഓടിക്കുന്നു. പ്രയോജക ക്രിയയ്ക്ക് ഓടിക്കുന്നു. കണ്ടോ? ഇവിടെ ഒരു പ്രവൃത്തി ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അല്ലെ? കാണുന്നു, അത് നിശ്ചലമായിട്ട് ഇവിടെ കണ്ടുകൊണ്ട്. താഴുന്നു, അതൊക്കെ നോക്കുക. കേൾക്കുന്നു. കേട്ടോ? നമ്മൾ ഒരു കാര്യം ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കണം. പക്ഷെ ഓടിക്കുക പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരൊന്നിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് അല്ലെ? അവിടെ കണ്ടോ? ഓടിക്കുന്നു. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം. ആരോഹണം എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്?
അവരോഹണമാണ് അല്ലെ. ആരോഹണം അവരോഹണം. 1 2 3 4 5 ഇത് ആരോഹണം. 5 4 3 2 1 അവരോഹണം അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുക ആണ്. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഏതാണ്? വീണ്ടും വീണ്ടും ഓർമ്മിക്കുക, അയവിറക്കുക. നമ്മളെ മറ്റേ മീശ മാധവനിലെ സിനിമയിൽ കണ്ടിട്ടില്ലേ? ആരാണ് നമ്മുടെ ദിലീപ് ഇങ്ങനെ ഒരു പുല്ലിന്റെ നാമ്പ് ഇങ്ങനെ വായിലിട്ടിട്ട് ഇങ്ങനെ അയവിറക്കുമ്പോൾ കാവ്യമാധവൻ ഒരു ഡയലോഗായിട്ട് വരുന്നുണ്ട് അല്ലേ? എന്താണ് കണ്ടോ? വീണ്ടും വീണ്ടും ഓർമ്മിക്കുക അല്ലെ. നമ്മളാണെങ്കിലും ഒരു എന്തെങ്കിലും ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ആലോചിച്ചിരിക്കും അല്ലെ, ഓരോ കാര്യങ്ങൾ. അതൊന്ന് സീൻ ആലോചിച്ച് നോക്കും മക്കളെ. അയവിറക്കുക അല്ലെ, വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. വിൺ പ്ലസ് സ്ഥലം, വിൺഠലം അല്ലെ. വിൺ പ്ലസ് സ്ഥലം ചേർത്ത് എഴുതിയാൽ എപ്പോഴും ചോദിക്കേണ്ട ഈ ക്വസ്റ്റ്യൻ. വിൺ പ്ലസ് സ്ഥലം വിൺഠലം. അങ്ങനെ ഇങ്ങനെയും ചോദിക്കും. വിൺഠലം പിരിച്ചെഴുതുക. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? വിൺ പ്ലസ് സ്ഥലം പിരിച്ചെഴുതണം. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി. ഇവിടെ ആണിന്റെ ശബ്ദം പറയുന്നത് ഏതാണ്? ആണിന്റെ ശബ്ദം പറയുന്നത് ഏതാണ്? അവൾ പെണ്ണാണ്, മകൾ പെണ്ണാണ് അല്ലെ. സമർത്ഥ എന്താണ്? പെണ്ണ അല്ലെ. അവള് ഭയങ്കര സമർത്ഥയാണെന്ന് പറയും അല്ലെ, മിടുക്കൻ അല്ലെ. അവിടെ പുല്ലിംഗ ശബ്ദം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മലയാളത്തിന്റെ നോക്കാം കേട്ടോ. ഇനി കുറച്ച് മലയാളം പഠിച്ചു പോവാം. ക്ലാസ് എന്നിട്ട് വേഗം അവസാനിപ്പിക്കാം. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഞാൻ വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു തന്നു പോവുകയല്ല. വീണ്ടും ഞാൻ ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേ നിങ്ങൾക്ക് ഡെയിലി കുറച്ച് ഗ്രാമർ ആണെങ്കിലും വൊക്കാബുലറി ആണെങ്കിലും മലയാളത്തിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഒപ്പം പഠിച്ചു വരണം, തമാശകളായിട്ട് കാണരുത് കേട്ടോ. ഞാൻ അത്രയും സീരിയസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത്. അപ്പൊ മലയാളത്തിൽ ഇംഗ്ലീഷ് 20 മാർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മലയാളം ഇംഗ്ലീഷിൽ നിന്ന് 20 മാർക്ക് നിങ്ങൾ കണ്ണും പൂട്ടി നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി പോവുക. പക്ഷെ ഒപ്പം നന്നായിട്ട് പഠിച്ചു വരാൻ നോക്കുക. ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് ഓൺ ആക്കിയിട്ട് വല്ല ഉറക്കം തൂങ്ങുക അല്ലെങ്കിൽ വല്ല ഫോണും വേറെ എവിടെയും ശ്രദ്ധിക്കുന്ന എന്നിട്ട് ക്ലാസ് കണ്ടു പറഞ്ഞിട്ട് മാർക്ക് കിട്ടിയില്ല അങ്ങോട്ട് എന്നെ ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എൻ്റെ കൂടെ നിന്നോ എക്സാം വരെ ഈ 20 മാർക്കിനുള്ളത് നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം. ബാക്കി 50 മാർക്ക് GK നുള്ളത് നമ്മുടെ ക്ലാസ്സുകളിൽ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഓൾറെഡി ഭരണ സംവിധാനം, സുപ്രധാന നിയമങ്ങൾ, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിന്റെ ഒക്കെ ഞാൻ ക്ലാസ്സുകൾ ഫുള്ളായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. പുതിയ SCRT ഇഷ്ടംപോലെ ചാപ്റ്ററുകൾ ക്ലാസ് ചെയ്തിട്ടിട്ടുണ്ട്. 60 ക്വസ്റ്റ്യൻ പേപ്പറോളം പ്രീവിയസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രയോജനപ്പെട്ട് എങ്ങനെയാ ഈ 50 മാർക്ക് നിങ്ങൾ കിട്ടാതിരിക്കുക എന്ന് പറയും. എല്ലാം NCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇട്ടിരിക്കുന്നത്. SCRT NCERT ബേസ് ചെയ്തിട്ട് അത് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യും അല്ല ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും അതിൽ മുൻപ്രാവശ്യം ഏതൊക്കെ PQ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടാണ് ക്ലാസ്സുകൾ പോയിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ തന്നെ നമ്മുടെ 70 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കണം കേട്ടോ. ഇനി നമ്മൾ പിരിച്ചെഴുതുകയാണ് പഠിക്കുക കേട്ടോ. പിരിച്ചെഴുതുക മക്കളെ. ഇതൊന്ന് മുഴുവൻ ഞാൻ പ്രീവിയസ് ആണ് പറഞ്ഞു തന്നിട്ട് പോണത്. വെറുതെ കാട്ടിക്കുട്ടി ഞാൻ ഇവിടെ ക്ലാസ് എടുത്തിട്ട് പോകുന്നില്ല. സങ്കടം കൊണ്ട് ഞാൻ വീണ്ടും ഇപ്പൊ നിങ്ങൾ പഠിക്കാതിരിക്കുക. നേരിട്ട് കാണണമെങ്കിൽ 2 തരുവാണെങ്കിലും ചെയ്യാന്ന് പറയാം. ഇത് അതും പറ്റില്ല. നിങ്ങൾ പഠിക്കണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ താഴെങ്കിലും ഒന്ന് കമന്റ് ചെയ്യും. നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് 100% കോൺഫിഡൻസ് ഉള്ള വ്യക്തികൾ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകാട്ടോ. എങ്കിൽ എന്നാലും എനിക്ക് ഇത്രയും റിസ്ക് എടുത്തിട്ട് ക്ലാസ് ഇടാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ പഠിക്കണം. എനിക്ക് അത്ര മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ. എക്സാം നിങ്ങൾ ഹാളിൽ പോകുമ്പോൾ എനിക്ക് മനസ്സിലൊരു ഇതുണ്ടാവും. എൻ്റെ കുട്ടികൾ മലയാളം ഇംഗ്ലീഷ് എത്തുമ്പോഴാണെങ്കിൽ GK എത്തുമ്പോഴും GK ഇംഗ്ലീഷ് മലയാളം ഇത് എത്തുമ്പോൾ കോൺഫിഡൻസോട് കൂടിയിട്ട് എക്സാം എഴുതണം എന്നുള്ളത് നല്ല പ്രാർത്ഥനയായിട്ടായിരിക്കും. നല്ല സാധിക്കട്ടെ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നമുക്ക് പിരിച്ചെഴുതുക മക്കളെ. ഇതൊന്ന് പിരിച്ചെഴുത്. ഞാൻ ഇവിടെ എഴുതാം. കാട്ടിനേൻ പിരിച്ചെഴുതുക. നിങ്ങൾ റഫ് എടുത്തിട്ട് ചെയ്ത് നോക്ക്. കാട്ടിനേൻ എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. ഇതെല്ലാം 24ത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാട്ടിനേൻ. അവൻ പിരിച്ചെഴുതുക. അവൻ. താവഴി. താവഴി പിരിച്ചെഴുതിക്കോ. വേഗം എഴുതുക. നിങ്ങൾ റഫിൽ എഴുതി നോക്ക്. 800. നെന്മണി. നെന്മണി പിരിച്ചെഴുത് വേഗം. കാട്ടിനേൻ എങ്ങനെ പിരിച്ചെഴുതും? എങ്ങനെയാണ് പിരിച്ചെഴുതുക? കാട്ടി പ്ലസ് ഏൻ. കണ്ടോ? കാട്ടി പ്ലസ് ഏൻ. കാട്ടിനേൻ. രണ്ടും പഠിക്കണം കേട്ടോ. പിരിച്ചെഴുതൽ മാത്രം പഠിച്ചാൽ പോരാ. പിരിച്ചെഴുതിയിട്ട് അതിനെ എങ്ങനെ ചേർത്ത് എഴുതി എന്നുള്ളതും കൂടി പഠിക്കണം. എപ്പോഴും ഇങ്ങോട്ടും ചോദിക്കും അങ്ങോട്ടും ചോദിക്കും. കാട്ടിനേൻ. കാട്ടി പ്ലസ് ഏൻ. കാട്ടിനേൻ. അവൻ എങ്ങനെ പിരിച്ചെഴുതും? ആ പ്ലസ് അൻ. ആ പ്ലസ് അൻ അവൻ. ആ പ്ലസ് അൻ അവൻ. താവഴി. താവഴി എങ്ങനെ പിരിച്ചെഴുതും? തായ് പ്ലസ് വഴി. തായ് പ്ലസ് വഴിയാണ് താവഴി. 800 എങ്ങനെ പിരിച്ചെഴുതും? എൺ പ്ലസ് 100. എൺ പ്ലസ് 100 800 കേട്ടോ. 800. എൺ പ്ലസ് 100 800.
നെന്മണി തിരിച്ചു എഴുതുന്നത് നെന്ന് എന്നാണോ ഇതാ? അല്ല, നെല് ആണ് അല്ലെ? നെല് പ്ലസ് മണി. കണ്ടോ? കാട്ടിനേൻ, കാട്ടി പ്ലസ് ഏൻ. അവൻ, ആ പ്ലസ് അൻ, അഞ്ഞാണ്. താവഴി, തായെ പ്ലസ് വഴി. എണ്ണൂര്, എൺ പ്ലസ് 100. നെന്മണി, നെല് പ്ലസ് മണി, നെന്മണി. 47/2024 ക്വസ്റ്റ്യൻ. 38/2024 ക്വസ്റ്റ്യൻ. 71/2024, 78/2024. കണ്ടോ? ഇത്രയും ക്വസ്റ്റ്യന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് കുറച്ച് പരിഭാഷ പഠിക്കാം കേട്ടോ. പരിഭാഷ. ഓക്കെ, ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഞാൻ എഴുതാം, നിങ്ങൾ അതിന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യണം കേട്ടോ. നോ ആക്ഷൻ, നോ ആക്ഷൻ seems to be, no action seems to be called for on our part, on our part. ഇതിന്റെ പരിഭാഷ പറ. ഇതെന്താ പറയാ? no action seems to be called for on our part. നമ്മുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായിട്ട് തോന്നുന്നില്ല. നമ്മുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. ഇതാണ് ഇതിന്റെ പരിഭാഷ. ഓക്കെ, no action seems to be called for on our part. നമ്മുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. 47/2024 ചോദ്യമാണ്. മനസ്സിലായോ? പരിഭാഷയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. നിഷ, അടുത്തത്, നിഷ prefers coffee to tea. എന്താണ് ഇതിന്റെ പരിഭാഷ? നിഷയ്ക്ക് ചായയേക്കാൾ ഏതാണ് ഇഷ്ടം? കോഫിയാണ് ഇഷ്ടം. ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം. കാറ്റഗറി നമ്പർ 102/2024 ചോദ്യമാണ്. നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ. നിഷയ്ക്ക് ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം. അടുത്തത്, എവരി പോട്ടർ പ്രൈസസ്. കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. എന്താണ്? എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. കാക്കയ്ക്ക് തൻകുഞ്ഞ്, തൻകുഞ്ഞെന്താ? പൊൻകുഞ്ഞ് അല്ലേ? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. 102/2024 ചോദ്യമാണ് കേട്ടോ. ഇനി I am suffering from headache. എനിക്ക് തലവേദനയുണ്ട് അല്ലേ? എനിക്ക് തലവേദന ഉണ്ട്. ഇവിടെ പഠിച്ചോട്ടാ. ഉറക്കം തൂങ്ങുണ്ടോ? ആരെങ്കിലും അവിടെ എണിച്ചോട്ടാ. എനിക്ക് തലവേദനയുണ്ട്. കാറ്റഗറി നമ്പർ 38/2024 ചോദ്യമാണ്. എനിക്ക് തലവേദനയുണ്ട്. അപ്പൊ ഇങ്ങനെ ഇംഗ്ലീഷ് പദം തന്നിട്ട് ഇതിനെ മലയാളത്തിലേക്ക് മാറ്റാനാണ് നമുക്ക് ചോദിക്കുക കേട്ടോ. അപ്പൊ അതങ്ങനെ പഠിക്കണം. ഇനി ജസ്റ്റ് അറൗണ്ട് ദി കോർണർ. ജസ്റ്റ് അറൗണ്ട് ദി കോർണർ. ഇതിന്റെ പരിഭാഷ എന്താ? ഇതിന്റെ പരിഭാഷ ജസ്റ്റ് അറൗണ്ട് ദി കോർണർ, ഉടനടി നടക്കാനിടയുള്ള കാര്യം. ഓക്കെ, ജസ്റ്റ് അറൗണ്ട് ദി കോർണർ, ഉടനടി നടക്കാനിടയുള്ള കാര്യം. കാറ്റഗറി നമ്പർ 92/2024 ചോദ്യമാണ്. കണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലെ? ഇങ്ങനെ പോയാൽ പോരെ? നമ്മൾ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ? താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഇപ്പൊ നമ്മൾ എത്ര കുറച്ച് ഇംഗ്ലീഷിലെ ഫ്രേസസ്, ഇഡിയംസ് പഠിച്ചു. പിന്നെ
മലയാളത്തിൽ പഠിച്ചു അല്ലേ? അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം പ്രീവിയസ് വർക്കൗട്ട് ആണ് കേട്ടോ. കട്ടിക്കൂട്ടിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും എടുത്ത് കുറച്ച് തന്ന് ഒപ്പിക്കാന്നുള്ള പരിപാടി നമുക്കില്ല. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ, തന്ന് സപ്പോർട്ട് ചെയ്യണം. പഠിക്കണം കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? സത്യസന്ധമായിട്ട് താഴെ മറുപടി പറയണം കേട്ടോ. കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുള്ള 6 ക്വസ്റ്റ്യൻ പേപ്പറിലെ 60 120 ക്വസ്റ്റ്യൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രീവിയസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ 120 ക്വസ്റ്റ്യൻ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചിട്ടുണ്ടായിരുന്നോ? 120 ക്വസ്റ്റ്യൻ മാത്രമല്ല ഞാൻ തന്നിട്ടുള്ളത്. നിങ്ങൾ അതൊന്ന് ആദ്യം ശ്രദ്ധിക്കണം. 120 ക്വസ്റ്റ്യൻ മാത്രമാണ് മൊത്തം തന്നത് അല്ല, അതിന്റെ കൂടെ കുറെ വൊക്കാബുലറി തന്നു. ക്വസ്റ്റ്യൻ ടാഗിന്റെ കുറെ റൂളുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുറെ വൊക്കാബുലറി ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇനി ഇന്ന് ബുധനാഴ്ച അല്ലേ, പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? പറയാ. അല്ല സോറി, ഇന്ന് വ്യാഴാഴ്ച അല്ലെ, ഇന്ന് വ്യാഴാഴ്ച. ഈ ബുധൻ വരെയുള്ള തിങ്കൾ ചൊവ്വ ബുധൻ എല്ലാം പഠിക്കണം കേട്ടോ. നന്നായിട്ട് റിവിഷൻ ചെയ്ത് മാറ്റിയാൽ തന്നെ മാർക്ക് കിട്ടുള്ളൂ. ഇന്ന് ക്ലാസ് എടുത്തു, ഇന്ന് ഇവിടെ ബുക്ക് എഴുതി വെച്ചു, അവിടെ പോയിട്ട് ഒരിക്കലും കിട്ടില്ല. നന്നായിട്ട് റിവിഷൻ ചെയ്യുക കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ ജോയിൻ ചെയ്യണേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.